ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. മൊത്തത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിന്നൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ഉമ്മറത്തെ വാതിലൊന്ന് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ തട്ടിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം നീറ്റപാട് തന്നെ ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ ഡോറൊക്കെ ഓപ്പൺ ആക്കി വെറുതെ ഒന്ന് മുറ്റത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെയാണ് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ താഴെയൊന്നും വെക്കുമ്പോൾ നമുക്ക് സേഫ് വെച്ചാൽ പീരീഡ് സമയമൊക്കെ ആകുമ്പോഴേ നമ്മളെല്ലായിടവും പോയി തൊടുമല്ലോ. ഇവിടെ നമ്മളങ്ങനെ മാറിയിരിക്കുന്ന സമ്പ്രദായമൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വാമിമാരെല്ലാവരും കൂടെ ഇങ്ങനെ മേലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വിളക്ക് കൊളുത്താനും നാമം ചൊല്ലാനും മാത്രമല്ല അങ്ങോട്ട് കയറുള്ളൂ. മറ്റേത് എല്ലാത്തിലും ഈ 2 റൂമോ ഹാളോ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നോണും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് മേലെ വെച്ചത്. ഇവിടെ സേഫാണോ വെക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു ചേച്ചി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞ പോലെ നമുക്കറിയാൻ വേണ്ടി നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞാണ്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, ഇത് നല്ലതാണോ ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നി ഞാൻ അങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ പറ്റുമല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ വേഗം ഒരുങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. ഒരു പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ക്രീമും തേച്ചു. പിന്നെ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണെഴുതാതെ എനിക്കൊരു ഈ പറഞ്ഞ പോലെ കണ്ണെഴുതാതെയും ലിപ്സ്റ്റിക്ക് ഇടാതെ എനിക്കൊരു കളിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഇല്ലായിരുന്നു കേട്ടോ. അതാണ് ഈ തോണ്ടി ഇടുന്നത്. അതൊന്നിങ്ങനെ മൊത്തത്തിലെടുത്തിട്ട് ഇനി ലാസ്റ്റ് കഴിയാറാകുമ്പോൾ നമുക്ക് മേടിക്കാൻ വിചാരിച്ചു. ഈ ഒരു കമ്മലും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ, ഗ്രീന്. ഈ ഒരു മഞ്ഞ ടോപ്പ് ഞാനൊരു സാരി വെട്ടി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ വേണ്ടി സാരിയൊക്കെ വാങ്ങുമ്പോൾ ഏട്ടൻ്റെ അനിയൻ്റെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എക്സ്ട്രാ സാരികൾ വന്നപ്പോൾ അതിനകത്തുള്ള ഒരു സാരിയായിരുന്നു. അപ്പോൾ ഞാനത് കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. പിന്നെ അത് ഞാനിങ്ങനെ ഒരു ടോപ്പും പാൻറ്റും കൂടെ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഇതിലേക്കൊരു ഗ്രീൻ കളറ് ദുപ്പട്ട ഷോളും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പോളിസ്റ്ററിൻ്റെ ആണ്, കുറച്ച് ചൂടെടുക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു യെല്ലോ കളർ എനിക്കിഷ്ടമാണ് കേട്ടോ. ഈ യെല്ലോ കളറും ബ്ലാക്കും പറഞ്ഞ പോലെ റെഡൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഷാള് വരുന്നത് വേറൊരു ചുരിദാറിൻ്റെ. ഇതിലേക്ക് അടിപൊളിയായിട്ട് മേച്ചായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഇനി ഞാനും പൂജറ്റും കൂടി അമ്പലത്തിൽ പോണേ. കണ്ണക്കുട്ടി തലേ ദിവസം സൺഡേയിലെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ആൾ ഇന്ന് വരണില്ല എന്ന് പറഞ്ഞു. ഇന്നലെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടോ. ഇന്ത്യയിൽ അബദ്ധം പറ്റിയാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഫോണിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല തിരിഞ്ഞിട്ടാണ് വരണത്. ഒന്നാമത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടോ ഹാങ് ആയിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഗൈസ്, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. നമ്മൾ എന്താ പറയുക, ഇന്നലെ മിഞ്ഞാന്നൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ സപ്താഹത്തിന് പോകാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഏതായാലും രാവിലെ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കണക്കുട്ടിയില്ല, അവൻ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. അവൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോയിട്ട് തൊഴുതിട്ട് വരേ. കുറേ ചേച്ചിമാരുണ്ടല്ലോ തൊട്ടിൽ. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തത് എഡിറ്റ് ചെയ്യാത്ത ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അത്രയും കഷ്ടപ്പാടുണ്ടോ ഒരു വീഡിയോ എടുക്കണത്. നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ക്യാമറ അവിടെ വെച്ച് ഇവിടെ വെച്ച് അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് എടുപ്പിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണ രീതിയിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ച്, അഥവാ ചിലപ്പോൾ ഒരു കാര്യം ചെയ്തത് അത് ക്യാമറയിൽ പെട്ടിട്ടില്ലെങ്കിൽ രണ്ടാമത് റിപ്പീറ്റ് അടിച്ചത് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ ഒന്ന് നോക്കിയതാണ് ഫോണിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, എന്താപ്പോൾ അങ്ങോട്ട് എന്താന്ന് വീഡിയോ ഒരു നേക്ക് കിട്ടിയില്ലല്ലോ എന്താണെന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോഴാണ് ഇതാണ് സംഭവം. വേഗം ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് അങ്ങനെ ഒരു അബദ്ധം അതിനകത്ത് പറ്റിയത്. ഞാൻ വിചാരിച്ചു അങ്ങനെ ഹാങ് ആയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അതും എനിക്ക് മാറിപ്പോയതോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫോൺ മൊത്തത്തിൽ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ആരുടെ കംപ്ലയിൻ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഡിത്തരം നല്ല പറ്റിയിട്ടുണ്ടായി. ദീപ ചേച്ചി നമുക്ക് കമൻറ്റ് ഇടാനുള്ള ചേച്ചി ഒരു കരയുന്ന ഒരു സ്മൈലൊക്കെ ഇട്ട്, അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ എന്തായിരിക്കും എന്നുള്ളതൊന്നും നമ്മൾ ഓർക്കണില്ലല്ലോ, അങ്ങനെ ഒരു പൊട്ടത്തരം പറ്റും എന്നുള്ളത്. അങ്ങനെ ഒരു വിഡിത്തരം നല്ല പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ചെന്ന് അമ്പലത്തിൽ കുറച്ചേ ഉള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. ആ പാടം കടന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലമാണ്. അവിടെ ചെന്നിട്ട് മുട്ട ഇറക്കാൻ വേണ്ടി നമ്മൾ തന്നെ നാളികേരൊക്കെ പൊളിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിച്ച് നെയ്വളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ കൊടുത്ത് നമ്മളിതാ തൊഴുത് അസലായിട്ട് തൊഴുത് തിരക്കേയില്ല കേട്ടോ. നല്ലൊരു സമാധാനമുള്ളൊരു എല്ലാ അമ്പലവും സമാധാനം തന്നെ. പക്ഷേ ചില അമ്പലങ്ങളിലൊക്കെ തിരക്കൊക്കെ കൂടുമല്ലോ, ബഹളവും കാര്യങ്ങളും. ഇതൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് തൊഴുത് പോരാ കേട്ടോ. ഇത് പുറത്ത് അയ്യപ്പൻ്റെ അമ്പലമാണ്, അതിൻ്റെ അപ്പുറത്താണ് അമ്പലക്കുളം വരുന്നതും പിന്നെ നാഗത്തറ വരുന്നതൊക്കെ കേട്ടോ. ഈ അമ്പലക്കുളത്തിൻ്റെ അവിടെ ഒരു പ്രത്യേക വൈബാണ് പോയിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് കേട്ടോ. വീഡിയോ ഒക്കെ നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വിഷുവിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ഉത്സവ സമയങ്ങളിൽ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നമ്മൾ നാട്ടിലെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മൾ നാഗത്തറയുടെ അവിടെ തൊഴുതിട്ട് പോരുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയ്യിൽ നല്ല പെയിൻ ഉണ്ട്. ഇപ്പോൾ ഈ നാളികേരമൊക്കെ പൊളിച്ചില്ലേ, അന്നും തലേ ദിവസം കുറച്ച് ദിവസം മുതലുണ്ട് എനിക്ക് കൈ പൊക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിനൊക്കെ ഭയങ്കര ഭാരമുണ്ട് കേട്ടോ. ഞാൻ കുറേ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് മരുന്നൊക്കെ കുടിച്ചിട്ട് ഒരു വിധം ഭേദമായതായിരുന്നു. ഇപ്പോൾ രണ്ടാമതും ഈ ഒരു ഓവർലോഡ് വർക്ക് കൊണ്ട് എനിക്ക് ആകെപ്പാടെ വേദനയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിപ്പോൾ ഈ അലക്കലും കാര്യങ്ങളൊക്കെ, മറ്റേത് അലക്കലൊക്കെ പൂജുട്ടിയായിരുന്നു. ഇപ്പോൾ തോട്ട് പോയ കാരണം മിക്കതും ഞാൻ തന്നെയാണ് കേട്ടോ. അത് കാരണം എനിക്ക് കൈയിൻ്റെ വേദന ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കണം. ഇനി പോണം കഴിഞ്ഞിട്ടെല്ലാം പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും കൈ പൊന്തോ എന്നുള്ളത് അത് അറിയില്ല കേട്ടോ. അത്രയും പെയിനുണ്ട് എനിക്ക്. ചില സമയത്തൊക്കെ ഹാലിളകണ വേദന വരും കേട്ടോ. നമുക്ക് മൊത്തത്തിൽ ശരീരത്തിലൊരു വേദന വരുമ്പോൾ നമുക്ക് ആകെക്കൂടെ ഒരു നട്ടപ്രാന്ത് വരില്ലേ ഈ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ വേഗം തൊഴുതിറങ്ങി വീട്ടിലൊക്കെ എത്തി. കണ്ണൻകുട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഓൾറെഡി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആളിതൊക്കെ ചുട്ട് കഴിച്ചോണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോണാണ്, അപ്പോൾ അതൊന്നും തൊട്ടിട്ട് അമ്പലത്തിലേക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് പോയി വന്നിട്ട് നേരെ ഇന്നലെ തലേ ദിവസം ഉണ്ടാക്കിയ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് നമ്മളങ്ങോട്ട് കറിയാക്കും. ഇങ്ങനെയൊക്കെയാണ് തട്ടിപ്പും തിരക്കിടയിലും നമ്മൾ ഒരുവിധം എല്ലാ അമ്മമാരും വീട്ടിലെ അടുക്കളയിൽ ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ വക കാര്യങ്ങളൊക്കെ അറിയണ കാര്യം തന്നെയാണ്. നമ്മൾ കുറച്ച് മിച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടെ എന്തെങ്കിലും അരപ്പൊക്കെ പറഞ്ഞാൽ അടുത്തൊരു കറിയായി, അത്ര തന്നെ കേട്ടോ. അപ്പോൾ അതിലേക്ക് നാളികേരം, കുറച്ച് പെരിഞ്ചീരകവും ചെറിയുള്ളി മഞ്ഞൾപ്പൊടി ഒക്കെ കൂടെ അരച്ചു ആ ചിക്കൻ കറിയിൽ ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതെങ്കിലും നീട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പുണ്ട് റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടാൽ മതി. ഇന്ന് പൂജയ്ക്ക് എക്സാം ഉണ്ട്, കണക്കുട്ടിക്ക് 2 എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ അബദ്ധം പറ്റിയ വീഡിയോ എന്ന് പറയണത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും ഒന്നും മെസ്സേജ് അയക്കാറുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിരുന്നത് എന്താ ഇങ്ങനെ ചേച്ചിയെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എനിക്കിതിൽ കയറി നോക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. എൻ്റെ വീഡിയോ എനിക്ക് തന്നെ പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അമ്മയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാലാണ് അറിയുള്ളൂ. അങ്ങനെ അറിഞ്ഞതാണ് കേട്ടോ. ഇല്ലെങ്കിൽ അത് എത്രയോ ആൾക്കാർ കണ്ടായിരുന്നു. ഞാൻ ഹാലളകിടന്ന് സംസാരിക്കണം കാര്യങ്ങളൊക്കെ. ഈ വീഡിയോ നമ്മൾ എടുത്ത് ചെയ്യാണ്ട് അങ്ങോട്ട് ഇടണതല്ലേ, ചിരിക്കാൻ വേണ്ടിയിട്ടും കുറേ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മുടെ കറിയുടെ കാര്യങ്ങൾ അവിടെ ആക്കിയിട്ട് ചപ്പാത്തി ചുട്ട് എടുക്കുകയാണ്. പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് പരത്തി ചുടാനുള്ള നേരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തലേദിവസം ഞാൻ വാങ്ങിയത്. തലേദിവസം എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ ഈ അമ്പലത്തിൽ സപ്താഹം ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും എനിക്കും പൂജയ്ക്കും പോകാൻ പറ്റിയില്ല. കണ്ണൻകുട്ടിക്ക് ഒരു പ്രാവശ്യം പോകാൻ പറ്റി. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ദിവസമായി അമ്പലത്തിൽ പോയിട്ട്, അതുകൊണ്ട് വേഗം അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്നു. അമ്പലത്തിൽ പോയി വന്നാൽ അന്നത്തെ ദിവസം മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് കിച്ചണിൽ കയറുന്ന ദിവസം തന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ കറിയുടെ അരപ്പ് തിളച്ചപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തില്ല. അത് തിളച്ചപ്പോൾ നമ്മൾ ഈ അരച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് തിള വരുമ്പോൾ നമ്മൾ ലേശം ചെറുള്ളി മൂപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ആ സമയത്ത് നമുക്ക് ഇരിക്കുന്ന പാത്രങ്ങളുണ്ട് കയ്യോടെ ചെറുള്ളി മൂക്കാൻ വേണ്ട സമയം കൊണ്ട് വേഗം ഒരു 3-4 കഴുകി വെച്ചോളൂ. ഇവന് ചായ കുടിക്കുമ്പോഴേക്കും കുറച്ചും കൂടെ കൂടും. പൂജട്ടിക്ക് ഇന്ന് നേരത്തെ പോകണം. അവർക്ക് ഈ പറഞ്ഞ പോലെ ഓണം സെലിബ്രേഷൻ്റെ തിരുവാതിരക്കളിയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൂജട്ടിക്ക് നേരത്തെ പോകണം. കണ്ണൻകുട്ടി ചായ കുടിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ആൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. നമ്മൾ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ കറി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. തലേ ദിവസത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് മിച്ചം വെച്ചാൽ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനും ഞങ്ങൾക്ക് ഉച്ചയ്ക്കും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളാണ് കഴിയും. മറ്റേത് നമ്മൾ അത് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കും ഉണ്ടാവില്ല, അതായത് നേരത്തെ കഴിയുകയും ചെയ്യും. കറിയാണെങ്കിൽ നമുക്ക് ആ ചാറ് മതിയല്ലോ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഐഡിയയ്ക്ക് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ടേബിൾ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പൂജയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ തന്നെ കഴിച്ചാൽ പോവില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കണില്ല. അവൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകണമല്ലോ. എനിക്ക് എങ്ങനെ പോയാലും 10-10 ആവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ശീലമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. മെല്ലെ മെല്ലെ മാറ്റിയാലേ ഇപ്പം അത് നടക്കുള്ളൂ. എന്താണെങ്കിലും എന്ത് ശീലമാണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഈ സമയത്തൊന്നും എനിക്കൊന്നും കഴിച്ചാൽ പോകില്ല. എനിക്കൊരു ഗ്ലാസ് ചായ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു, വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് തട്ടാം. അത്യാവശ്യം നല്ല വെളിച്ചം തട്ടൂട്ടോ നമ്മുടെ വീട്ടിൽ. എനിക്ക് ഇങ്ങനത്തെ വീടാണ് കേട്ടോ. നമുക്കൊക്കെ ഏതെങ്കിലും കാലത്ത് ഭഗവാൻ എത്തിച്ചിട്ട് വീടൊക്കെ വെക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ വെളിച്ചമുള്ള വിൻഡോ ഒക്കെ കുറച്ചുകൂടെ വലുപ്പമായി, ഇതേപോലെ ഉള്ളിലേക്ക് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ തട്ടുന്ന വീടാണ് ഈ വീട്. അങ്ങനെ ഒരു വീടാണ്. അത് പ്രത്യേകിച്ച് നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അതിനകത്ത് നിൽക്കാൻ തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളുടെ കൂടെ ചായ കുടിക്കാൻ വേണ്ടി കുറച്ച് നേരം കമ്പനിക്കൊക്കെ ഇരുന്ന് കൊടുത്തിട്ട് ഞാൻ വേഗം അടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നു. തലേ ദിവസം തുടച്ച കാരണം ഇപ്പോൾ പകൽ തുടങ്ങിയില്ല.
ഇല്ലെങ്കിൽ പകലാ തുടയ്ക്കണേന്ന് വെച്ചാൽ പിന്നെ അതങ്ങനെ ചെയ്യും കേട്ടോ. അതൊക്കെ നമ്മുടെ മുഷിച്ചിലിനനുസരിച്ച് നിലത്തിൻ്റെ പിള്ളേർ ചവിട്ടി കയറ്റുന്ന കണ്ണൻകുട്ടിയാണ് കേട്ടോ ഇവിടെ ചവിട്ടി കയറ്റുന്ന ആൾ. അവൻ ഈ പാടത്തൊക്കെ കളിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തോട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാറ്. അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് അലമ്പൊന്നും ഉണ്ടാവില്ല. വെള്ള ടൈലായി കാരണം പിന്നെ നമ്മൾ ആ ഒരു സൂക്ഷിച്ച് നോക്കണതിനനുസരിച്ച് നല്ല വൃത്തി. പക്ഷെ എന്നും തുടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ബുദ്ധിമുട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും അങ്ങോട്ട് അടിച്ച് വാരാണ് കേട്ടോ. മുടി കൊഴിയണ കാരണേ മൊത്തത്തിൽ മുടിയാണ് കേട്ടോ. അതിങ്ങോട്ട് കാണുമ്പോഴേക്കും എനിക്ക് എന്തോ നമ്മുടെ തന്നെ മുടി, പക്ഷേ ഇങ്ങനെ അടിച്ച് വരുമ്പോഴും തുടയ്ക്കുമ്പോഴേക്കും ഇത് കിട്ടുമ്പോൾ ഭയങ്കര കലി വരും കേട്ടോ. നമ്മുടെ തന്നെയാണ്, വേറെ മാർഗ്ഗമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ മുടി ചീന്തണതൊക്കെ ഉള്ളിൽ വെച്ച് ആയതുകൊണ്ട് മുടി പൊഴിയണതും ആയതുകൊണ്ട് മുടി അത്യാവശ്യം കിട്ടും കേട്ടോ. എല്ലായിടും ഒന്ന് അടിച്ച് വാരിയിട്ട് ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട് അങ്ങോട്ട് നീറ്റായിട്ടിരുന്നോളും. ആരെങ്കിലും കയറി വരികയാണെങ്കിൽ അയ്യേ ഇതെന്താ അങ്ങനെ കിടക്കണമെന്ന് തോന്നുകയും വേണ്ട. ഇങ്ങനത്തെ ഈ ചപ്പുചവറുകളൊക്കെ ഞാൻ കയ്യിൽ കൂട്ടിയിട്ട് പുറത്ത് തട്ടില്ല, അത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടും. പൊടിയോൾ അപ്പുറത്ത് അങ്ങോട്ട് തട്ടുകയും ചെയ്യും കേട്ടോ. കൊല്ലായി ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. കാറ്റും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അങ്ങനെ പൂജിട്ടി പോവുകയാണേ. ടാറ്റ. ഇനിയിപ്പോൾ 2 ദിവസം എക്സാമും കൂടെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ 10 ദിവസം അടിച്ച് പൊളിക്കാൻ വേണ്ടി നിൽക്കുക. പൂജിറ്റിയൊക്കെ പോയി കേട്ടോ. പൂജിറ്റി എക്സാമിന് പോയി. ഞാൻ ചായ കുടിച്ചു. എല്ലാവരും ഒന്ന് അടിച്ചു കയറിയിട്ട് ഇന്നലെ വൈകിട്ട് തുടച്ച കാരണം ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചാൽ അഴുക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ചായയൊക്കെ കോയോ. ഈ കമ്മൽ ഊരി വെച്ചിട്ടില്ല അല്ലേ, ഇപ്പോഴും ഓർമ്മ. ഒക്കെ കുഞ്ഞതിട്ടിട്ടേ വലുത് പെടുമ്പോൾ ഒരുമാതിരി ആർഭാടമായ പോലെ തോന്നും. അപ്പോൾ നമുക്കിനി കമ്മല കൂരി വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ അപ്പോൾ ചായടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് നമുക്ക് വയ്ക്കാം. ഒരു 12:30 കഴിഞ്ഞിട്ട് വയ്ക്കാം. ഇവിടെ കുഴൽ കിണറിൽ വെള്ളമായതുകൊണ്ട് ചോറൊക്കെ പെട്ടെന്ന് പൊട്ടയായി പോകും കേട്ടോ. പിന്നെ എന്തായിരുന്നു, ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ലേ. നമ്മുടെ ഓമക്കായ അച്ചാറും കൂടി ഇരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാം. രാത്രി എന്തെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിന്ന് നാളെ അത്താണല്ലോ, തറ ഉണ്ടാക്കണം, അത്തത്തറ ഇടണം. കണക്കുട്ടി എക്സാം കഴിഞ്ഞ് വന്നിട്ട് വേണം മണ്ണ് കൊണ്ടുവരാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട്. അവൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഓണം പൂവ് ഇടാൻ വേണ്ടി തറ ഉണ്ടാക്കണം. ഇങ്ങനെ നിലത്ത് അവിടെ ചാണം മെഴുകാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ ഈ മെറ്റലൊക്കെ അല്ലേ, അതുകൊണ്ട് അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുഞ്ഞൊരു തറ ആക്കാം. എന്നിട്ടൊന്ന് പൂവ് മേടിക്കാനൊക്കെ വെക്കിയിട്ട് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ നാളെ അത്താണെന്നുള്ളത്. ഇന്ന് നമ്മുടെ കുട്ടികൾ കമൻറ്റ് ഇട്ടപ്പോഴും അമ്മ വിളിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ ഏട്ടൻ അത്തത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഈ നാളെയാണ് അത്തം എന്നുള്ളത്. എൻ്റെ വിചാരം 28-ാം തീയതി അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു മൈൻഡിൽ. ഈ നാളെയാണെന്നുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി വൈകുന്നേരം പോയിട്ട് അത്തപ്പൂ മേടിക്കണം. ഇവിടെ ചുറ്റുപാറ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കുകയും ചെയ്യാം. അപ്പം ഇന്നൊക്കെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരൊക്കെ അതൊക്കെ പിച്ചിപ്പൂ കൊണ്ടുപോകും. നമുക്ക് കുറച്ച് മേടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാണ്ട് കേട്ടോ, ലോങ് വീഡിയോ അത് എഡിറ്റ് ചെയ്യാതിരിക്കട്ടെ. എന്നിട്ട് ലൈവ് പോവാണ്ട്. ഈ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് കുക്കിങ്ങൊന്നും രാത്രിയിലേ ചെയ്യണുള്ളൂ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോ എടുത്തത് നമ്മുടെ അത്തത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ നേരവും വൈകി ഒരു ദിവസം നമ്മൾ ചെയ്തിട്ടുമില്ല. അതാണ് കേട്ടോ. അപ്പോൾ അത്തത്തിന് നമുക്ക് തറയിടണമല്ലോ, പൂവിടാൻ വേണ്ടിയിട്ട് തറയിടണമല്ലോ. അത്തം മുതലാണല്ലോ നമ്മൾ പൂവിടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് കണ്ണൻകുട്ടി കൊണ്ടു തന്നിരിക്കുക. ആൾക്ക് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നേ എനിക്കിതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി തന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവന് ചോറ് അവൻ ചോറുണ്ടായിരുന്നില്ല. ചപ്പാത്തി കഴിച്ച് പോയിട്ട് പിന്നെ ഉച്ചരിഞ്ഞ് വന്നിട്ട് അവൻ എന്താ പിന്നെ ചപ്പാത്തി ചിക്കൻ ഉണ്ടായിരുന്നു. ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് പിന്നെ ആശാൻ അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി എണീറ്റിട്ട് പിന്നെ ഈ മണ്ണൊക്കെ കൊണ്ടുത്തന്നു. അപ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഏതായാലും മണ്ണായി. ഇനിയിപ്പോൾ കളിക്കാനും പോകണം. അപ്പോൾ എന്തായാലും വാരി കൊടുക്കായി. മിക്കതും വാരി കൊടുക്കാറുണ്ട് കേട്ടോ രണ്ടാൾക്കും. അതങ്ങനെ വലിയൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ വാരി കൊടുക്കണതൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ കഴിഞ്ഞ് നമുക്കിതൊക്കെ മിസ് ചെയ്യും. അപ്പോൾ വാരി കൊടുക്കുക, വയറ് നിറയെ വാരി കൊടുത്താൽ അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ. മറ്റേത് അങ്ങനെ ഇങ്ങനെ ചിക്കി കഴിഞ്ഞിട്ട് ഓടിപ്പോയിക്കോളും. അപ്പോൾ നമുക്കൊരു സമാധാനമല്ല അവർ കഴിച്ച് കഴിഞ്ഞാൽ. അവൻ കളിക്കാൻ പോയി. ഇനി ഞാൻ നമ്മുടെ പൂത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. എനിക്കങ്ങനെ ഈ പൂത്തറ ഉണ്ടാക്കിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. മിക്കതും എൻ്റെ ചെറുതിലൊക്കെ അച്ഛയാണ് ഇതിൻ്റെ പരിപാടി. പിന്നെ നമ്മൾ ഇരിക്കുന്ന വീട്ടിലൊക്കെ തറയിടേണ്ട ആവശ്യം വന്നിട്ടില്ല. മുറ്റത്തൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ മെറ്റലല്ലാത്തതുകൊണ്ടേ കറക്റ്റ് അവിടെ തന്നെ അങ്ങോട്ട് നമ്മൾ ചാണകം മെഴുകിയിട്ടാൽ മതിയായിരുന്നു. പക്ഷേ അവിടെ മെറ്റലായതുകൊണ്ട് നമുക്ക് ചാണകം മെഴുകാൻ പറ്റില്ല, വൃത്തിയില്ല. അപ്പോൾ അത് കാരണം മുറ്റം വൃത്തിയില്ല എന്നല്ല കേട്ടോ, നമുക്കങ്ങനെ ഈ കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചാണകം മെഴുകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മണ്ണൊക്കെ കുഴച്ച് ആദ്യം വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം എടുത്തിട്ട് ആദ്യം ഒന്ന് വരച്ച് നോക്കി. എന്നിട്ട് പിന്നെ കാണണല്ലേ എൻ്റെ ചോക്കൊണ്ടൊക്കെ വട്ടം വരച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. കറക്റ്റ് ആവണമല്ലോ അതൊരു വിധം. എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് കുഴച്ച് അതിൻ്റെ മേലിട്ട് പൊതുക്കി എങ്ങനെയൊക്കെയോ ഞാനൊരു തറയാക്കി എടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് തടിയുള്ള കാരണം എനിക്കിങ്ങനെ കുമ്പിട്ടിരിക്കാൻ വേണ്ടി വലിയ പടക്കി ശ്വാസം കിട്ടുക. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു നേരത്തെ ചമ്രം പടിഞ്ഞിട്ടും ചെരിഞ്ഞിട്ടും ചാഞ്ഞിട്ടൊക്കെ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ
തറയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ നല്ല രസമല്ലേ ഈ ഒരു അത്തം തലിൻ്റെ 2 ദിവസം മുന്നേ തന്നെ നമ്മുടെ ഈ ഓണ ഒരുക്കങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ തറടലൊക്കെ ശരിക്കും ഇത് 2 ദിവസം മുന്നേ ഇടേണ്ടതാണ്. നമുക്ക് വൈകിപ്പോയി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഫോണിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഇത്തിരി സമയം വൈകുന്നത് കേട്ടോ. നമ്മൾ 2 മണിക്കൂർ എഡിറ്റ് ചെയ്യേണ്ടത് 4 മണിക്കൂറിൻ്റെ മേലേക്ക് എടുക്കേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ കൂടെ ഒരു സീനാണ്. അതുകൊണ്ടാണ് മൊത്തത്തിൽ നമുക്ക് നേരം വൈകിയത്. എന്തായാലും തറയൊക്കെ ഒരു വിധത്തിൽ ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.